ഡൊണാൾഡ് ട്രംപിനെ പ്രീതിപ്പെടുത്താനാണ് ഇറാനിൽ കലാപം നടത്തുന്നതെന്ന് ആയത്തുള്ള അലി ഖമൈനി. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം മാത്രം എന്നും ഇറാൻ ആത്മീയ നേതാവ്. ട്രംപിന്റെ പിന്തുണയാണ് പ്രക്ഷോഭകാരികൾ പൊതുമുതൽ നശിപ്പിക്കാൻ കാരണമെന്നും ഖമൈനി. പ്രക്ഷോഭകർക്കെതിരെയുള്ള നീക്കങ്ങളിൽ നിന്നും പിന്മാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. جمهوری اسلامی با خون چند صد هزار انسان شریف روی کار آمده در مقابل کسانی که تخریبگرند جمهوری اسلامی کوتاه نخواهد آمد. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഈ ഇറാനിൽ കലാപം നടത്തുന്നത് സർക്കാർ വിരുദ്ധമായ ഒരു കൂട്ടം പ്രക്ഷോഭകർ മാത്രമാണെന്നും ഇത്തരം കലാപങ്ങൾക്ക് പിന്നിൽ അത് ഡൊണാൾഡ് ട്രംപിനെ പ്രീതിപ്പെടുത്താനാണ് ഉള്ള നീക്കം എന്നുമാണല്ലോ അവരുടെ ആത്മീയ നേതാവായ ആയത്തുള്ള ഖമൈനി പറയുന്നത്. എന്താണ് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? രോഹിണി, തീർച്ചയായും ഖമൈനിയുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് ഗൗരവമേറിയ ഒരു വിഷയമാണ്. അതായത് നേരത്തെ നമ്മൾ പലതവണ ഖമൈനി തന്നെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ, ആ സംഘർഷത്തിന്റെ എല്ലാം ഉത്തരവാദിത്വം തങ്ങൾക്കാണ്, ആ സംഘർഷം ഉണ്ടായതിൽ തെറ്റില്ല എന്നൊരു നിലപാടാണ് പറഞ്ഞതെങ്കിൽ നേരെ മാറിയാണ് ഇപ്പോൾ ഖമൈനിയുടെ ഭാഗത്തു നിന്ന് ഈ നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. അതിനർത്ഥം തന്നെ നമുക്കറിയാവുന്നതാണ്, 48ഓളം സാധാരണ മനുഷ്യരും അതുപോലെ തന്നെ സൈനികരും അല്ലെങ്കിൽ പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരും 14 സുരക്ഷാ ഉദ്യോഗസ്ഥരും മരിച്ചു എന്നാണ്, ഈ കലാപങ്ങളിൽ മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളൊക്കെ കണ്ടെത്തുന്ന വസ്തുതയാണത്. ഇത്തരത്തിൽ ഈ കലാപം കുറെയൊക്കെ അവിടെ ശക്തമായി അതിനെ എതിരിടുകയും അടിച്ചമർത്തുകയും ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴാണ് വീണ്ടും ഖമൈനിയുടെ ഭാഗത്തു നിന്ന്, ആയത്തുള്ള അലി ഖമൈനിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. ആ നിലപാടിൽ വ്യക്തമാകുന്നത് തങ്ങൾക്ക് ഇത്തരം ഒരു സംഘർഷം നയിക്കുന്ന ആൾക്കാരോടുള്ള, അല്ലെങ്കിൽ ആ സംഘർഷത്തിൽ ഏർപ്പെടുന്നവരോടുള്ള, പ്രക്ഷോഭത്തിൽ ഏർപ്പെടുന്നവരോടുള്ള നിലപാടാണ്. ആ നിലപാട് കുറെ കൂടി ക്രൂരമായി ആ നിലപാടിനെ വ്യാഖ്യാനിക്കുകയാണ്. അതായത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ഈ പ്രക്ഷോഭം, അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്താനാണ് ഈ പ്രക്ഷോഭം എന്ന നിലയിലെല്ലാമാണ് ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഈ കലാപത്തെ ശക്തമായി അടിച്ചൊതുക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാണ്. അതേസമയം അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രംപ് തന്നെ പറയുന്നത് അതീവ ഗുരുതരമാണ് ഇറാനിലെ സാഹചര്യങ്ങൾ എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. നാണയത്തിന്റെ മൂല്യം കുറയുന്നതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നാട്ടുകാരുടെ പ്രക്ഷോഭം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു ഡോളർ ലഭിക്കണമെങ്കിൽ 42,000ഓളം ഇറാനിയൻ റിയാൽ നൽകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത്ര കണ്ട് നാണയത്തിന്റെ വിലയിട്ടിഞ്ഞ ഒരു സാഹചര്യത്തിൽ വിലക്കയറ്റവും കൊണ്ടും ഉൽപ്പന്നങ്ങൾ ലഭ്യമാകാത്തത് കൊണ്ടും പൊറുതിമുട്ടിയ ജനങ്ങളാണ് ഇപ്പോൾ പ്രക്ഷോഭ രംഗത്ത് എത്തിയിരിക്കുന്നത് എന്നതാണ് വസ്തുത. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.